നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മിന്നൽ ഹർത്താലിനെതിരെ ഹൈക്കോടതി. ഹർത്താൽ നടത്തുന്നതിന് 7 ദിവസം മുമ്പ് പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കോടതി ഇന്ന് ഉത്തരവിട്ടു. നാശനഷ്ടങ്ങൾക്കും അക്രമങ്ങൾക്കും ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്കാണ് ഉത്തരവാദിത്തം. ഹർത്താലും സമരങ്ങളും മൗലിക അവകാശങ്ങളെ ബാധിക്കരുത് എന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർത്താൽ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായ ദിവസം. അതേസമയം സ്വകാര്യ സ്വത്ത് സംരക്ഷണത്തിന് ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗവും തീരുമാനിച്ചു. സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാൻ ഓർഡിനൻസ് 2019 കൊണ്ടുവരും. ഹർത്താൽ, ബന്ദ്, സംഘർഷം തുടങ്ങിയവയിൽ സ്വത്ത് നശിച്ചാൽ അത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമായ കുറ്റവുമാവുകയും ചെയ്യും. നാശനഷ്ടമുണ്ടാക്കിയാൽ അക്രമം നടത്തുന്നവരിൽ നിന്ന് തന്നെ തുക ഈടാക്കും. ഇന്നത്തെ ദിവസം ഹർത്താലുമായി ബന്ധപ്പെട്ട് വളരെ സവിശേഷമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണത്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഹർത്താലിനെ ആര് നിയന്ത്രിക്കും? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കാൻ നമ്പർ 0471 66 15 00 15 881. വാട്സപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം. പ്രേക്ഷകർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലെത്തുന്നു. ഹർത്താൽ ഒരു തമാശയായി മാറുന്നു എന്നാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. വ്യക്തവുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരുപാട് ഹർത്താലുകൾ, അതിന്റെ ഭാഗമായുണ്ടായ പൊതുബോധം അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളും ഉത്തരവുകളും. രമണൻ ചേരുന്നു കോയമ്പത്തൂരിൽ നിന്നും. രമണൻ, എന്താണ് താങ്കളുടെ നിലപാട്? സാറേ, എനിക്ക് പറയാനുള്ളത് ഈ ഹൈക്കോടതിയുടെ ഈ നിഗമനം വളരെയധികം സ്വാഗതാർഹമാണ്. ഈ ഹർത്താൽ ആര് ആഹ്വാനം ചെയ്ത് നടത്തിയാലും അതിനുള്ള നഷ്ടങ്ങളും എല്ലാം അത് ആരാണ് ആഹ്വാനം ചെയ്യുന്നത് അവരിൽ നിന്നും പൊതുമുതൽ നശിപ്പിക്കുന്നതിൽ നിന്നും ഈടാക്കണം എന്നുള്ള നല്ല തീരുമാനമാണ്. വളരെയധികം നല്ല തീരുമാനം. അത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഏറ്റവും അവസാനമായിട്ട് നടത്തിയ ഹർത്താൽ വളരെയധികം ദയനീയമായി പോയി. അത് മറക്കാൻ പറ്റാത്ത ഹർത്താലാണ്. ഹലോ, ഹർത്താലിനെ ആര് നിയന്ത്രിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിക്കുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ കോട്ടയത്ത് നിന്നും ഒരു പ്രേക്ഷകൻ ചേരുന്നു. റീജു, എന്താണ് താങ്കളുടെ നിലപാട്? ഇവിടെ എനിക്ക് 2 മിനിറ്റ് തരാമെങ്കിൽ ഞാൻ കുറെ കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഒരു മാന്യമായ സുഹൃത്ത് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിയമസഭയിൽ നിയമനിർവഹണം നടത്താൻ പറ്റുമെന്ന് പറയുന്നു. ശരിയാണ്. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. ഇവിടെ ഹർത്താലിനെതിരെ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അത് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ ആര് ഹർത്താൽ ആചരിക്കാനും പഞ്ചായത്തോ അല്ലെങ്കിൽ നിയമ മണ്ഡലങ്ങളിലോ വരി ഒരു 2-3 കോടി രൂപ കെട്ടി വെച്ചേച്ച് ഹർത്താൽ നടത്തണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം പൊതുമുതൽ നശിപ്പിക്കാൻ അവർക്ക് സാമ്പത്തികം തിരിച്ചു പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇടതുപക്ഷം ഇപ്പം കിടന്ന് പറയുന്നുണ്ട് മറ്റുള്ളവർ ഹർത്താൽ നടത്തി നശിപ്പിച്ചിട്ടുണ്ട്. ഇവര് ഇതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ്. ഇപ്പോൾ ഇവർക്ക് തന്നെ മനംമാറ്റം വരുന്നത്. ഇവരും പ്രതിപക്ഷത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഇവരും നടത്തുമ്പോഴും ഇത് ഇങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ മാത്രം ക്രൂശിക്കേണ്ട കാര്യമില്ല. ഇവരും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് പറയാനുള്ളത്. ബാബുരാജിന്റെ പ്രേക്ഷകൻ ചേരുന്നു. ബാബുരാജ്, പറയൂ. ബാബുരാജ്, കേൾക്കാമോ? എന്താണ് താങ്കളുടെ അഭിപ്രായ വിഷയത്തിൽ? കേൾക്കാം. ഹലോ ബാബുരാജ്, പറഞ്ഞോളൂ, കേൾക്കാണ്ട്. സാറേ, എനിക്ക് എല്ലാ ആദരവോടും കൂടി ഒരു കാര്യം പറയാനുള്ള വെച്ചാല്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടല്ലോ 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന്. പക്ഷേ സാറേ, അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഹർത്താൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രദേശത്ത്, ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു പഞ്ചായത്തില് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ കടകളും ബസ്സുകളും ഒക്കെ ഓട്ടം നിർത്തി വെച്ചുകൊണ്ട് നമ്മൾ ഹർത്താൽ ആചരിക്കും. അപ്പൊ അതിനെ നമുക്ക് 7 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ അക്രമാസക്തമായ അനാവശ്യമായ ഹർത്താലുകൾ ഈ ഹൈക്കോടതി പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാം. അല്ലാതെ 7 ദിവസം കൊണ്ട് നമുക്ക് നോട്ടീസ് കൊടുക്കാൻ കഴിയുമോ? ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ഒരുപാട് ഹർത്താലുകൾ, അത് അനാവശ്യ ഹർത്താലുകളാണ് എന്നാണ് എന്റെ വിശ്വാസം. ബാബുരാജാണ് കാസർഗോഡ് നിന്ന്. ഇപ്പോൾ പ്രദീപ് ചേരുന്നു വെണ്ണീരിൽ നിന്നും. പ്രദീപ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? സാർ, ഈ ഹർത്താൽ എന്ന് പറയുന്നത് പൊതുവെ എല്ലാ ജനങ്ങളും 99% പേരും അത് അംഗീകരിക്കുന്നില്ല.
എന്നാണ് എന്റെ വിശ്വാസം. കാരണം അവനവന്റെ പ്രശ്നം വരുമ്പോ ചിലപ്പോൾ അവർ പറയും ഈ ഹർത്താൽ കൊള്ളാം, ഇന്ന് ഞാൻ നടത്തിയ ഹർത്താൽ കൊള്ളാം എന്നവർ പറയുന്നതല്ലാതെ പൊതുവെ ഈ ഹർത്താലുകളൊന്നും ഒരു ഗുണം ചെയ്യുന്നില്ല. അതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പൊതുവെ. പിന്നെ ഇവിടുത്തെ ആക്ട് കൊണ്ടുവരുന്നു, വിധി കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എത്രമാത്രം പോസിബിലിറ്റി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പൊ ഇന്നത്തെ ഈ മുഖ്യമന്ത്രി തന്നെ ഇന്നും നടത്തിയിട്ടുണ്ട് പ്രകോപനപരമായ സംസാരങ്ങൾ. അപ്പൊ ഇത്തരം കാരണങ്ങൾ വരുമ്പോഴല്ലേ നാടിന് സമാധാനം ഇല്ലാതെ പിന്നെയും ഹർത്താലും പണിമുടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അതിലോട്ട് ചാടി ഇറങ്ങുന്നത്. പ്രദീപാണ് പിന്നീട് നിന്ന്. ഇപ്പോൾ ഫ്രാൻസിസ് അറയ്ക്കൽ നിന്നും. ഫ്രാൻസിസ്, താങ്കളുടെ അഭിപ്രായം? ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഫ്രാൻസിസ് ലിറ്റിൽ ഫണ്ടിൽ അവ്യക്തത. സഹദേവൻ ചേരുന്നു കോട്ടയത്ത് നിന്നും. സഹദേവൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഹർത്താൽ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം, രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങണം. ഹർത്താൽ അനാവശ്യ ഹർത്താൽ ആചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. ഹർത്താൽ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ എത്രയോ കോടി രൂപകൾ നഷ്ടമാവും, എത്രയോ ജോലി ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത്, നമ്മുടെ മുന്നേറ്റത്തിന് തന്നെ വഴിത്തടയായിട്ട് എടുക്കുന്നതാണ് ഹർത്താൽ. ഹർത്താൽ കൊണ്ട് ഒന്നും നേടിയതായിട്ട് ചരിത്രമില്ല. മഹാത്മാഗാന്ധി ഹർത്താൽ ആചരിച്ചെന്ന് പറയുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഹർത്താൽ എങ്ങനെയായിരുന്നു? ആരെയും ഉപദ്രവിക്കാതെ ജോലിക്ക് പോകുന്നവരെ സഹായിച്ച് ഹർത്താൽ ആചരിക്കുന്നവർ ഉപവാസം, അതൊക്കെയാണ് ഹർത്താൽ. സഹദേവനാണ് പ്രതികരിച്ചത്. ഇപ്പോൾ സദാനന്ദൻ ചേരുന്നു. സദാനന്ദൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പിന്നെ സദാനന്ദൻ കണ്ടുപിടുന്നേ. ഹലോ, ഹലോ, പറയൂ. അനക്ക് ചോദിക്കാനുള്ളത്. ഹലോ, സദാനന്ദൻ, കേൾക്കാം, പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞോളൂ. അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പൊ നടക്കുന്ന അഴിഞ്ഞാട്ടം പോലത്തെ ആളുകൾ നിഷേധിക്കപ്പെടേണ്ടതാണ്. ഈ ഓർഡിനൻസ് 7 ദിവസത്തിന് മുമ്പ് നോട്ടീസ് തരണമെന്ന് പറഞ്ഞത് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അതായത് ഇന്നിപ്പോ ഹൈക്കോടതി കേട്ട ഹർജികൾ സ്വാഭാവികമായും ഹൈക്കോടതി നിരീക്ഷണം മിന്നൽ ഹർത്താലുകൾ അതിന് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ, ഹർത്താൽ വിരുദ്ധമായ ജനങ്ങളുടെ മാനസികാവസ്ഥ സർക്കാർ കാണുന്നില്ലേ, പാർട്ടികൾ കാണുന്നില്ലേ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. ആ മാനസികാവസ്ഥയോടൊപ്പം തന്നെയാണ് താങ്കളും. അതെ, ഈ ഹർത്താലിന് ഒരു കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹർത്താലാണെങ്കിൽ സംസാരിക്കുക, ഇത് അനാവശ്യമായിട്ടുള്ള ഹർത്താലാണ്. സദാനന്ദനാണ് കണ്ണൂരിൽ നിന്നും പ്രതികരിച്ചത്. ഹർത്താലുകൾക്കെതിരെ അല്ലെങ്കിൽ ഹർത്താലിനെതിരെ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ അത് വളരെ നിർണായകമായ ഒരു ഇടപെടൽ കൂടിയായിരുന്നു. മിന്നൽ ഹർത്താൽ തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നവർ 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പറയുന്നു. ഹർത്താലിനിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഹർത്താലിന്റെ ഉത്തരവാദിത്തം ആഹ്വാനം ചെയ്തതിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം. പ്രേക്ഷകരുടെ പ്രതികരണം തരുന്നു. കണ്ണൂരിൽ നിന്നും ഗോവിന്ദൻ ചേരുന്നു. ഗോവിന്ദൻ, എന്താണ് താങ്കളുടെ നിലപാട്? എന്റെ നിലപാടെന്ന് വെച്ചാൽ ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം അടിക്കടി വരുന്ന ഹർത്താലുകൾ ജനജീവിതം വളരെയധികം സ്തംഭിക്കപ്പെടുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം പണിയെടുത്തില്ലെങ്കിൽ നമ്മളെ കുടുംബം പട്ടിണിയാണ്. ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്ക് അത് പ്രശ്നമല്ല, അവരെങ്ങനെയും ജീവിച്ചു പോകും. അതാണ് എന്റെ കാര്യം. തീർച്ചയായും ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്ന് പ്രതികരിച്ചത്. ഇപ്പോൾ നൌഷാദ് ചേരുന്നു അടൂരിൽ നിന്നും. നൌഷാദ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? നൌഷാദ്, കേൾക്കാമോ? എന്താണ് താങ്കളുടെ? കാരണം വാഹനങ്ങൾ ഓടുന്നില്ല, കടകൾ തുറക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത്. അതായത് കോടതി ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹർത്താൽ തമാശ പോലെയായിരിക്കുന്നു. 97 ഹർത്താലുകൾ നടന്നു എന്ന് കഴിഞ്ഞ കൊല്ലം വിശ്വസിക്കാൻ പോലും ആവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അത് തന്നെയാണ് ജനവികാരം അല്ലേ? അതെ. ജീവൻലാൽ ചേരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. എന്താണ് ജീവൻലാൽ താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനാണെങ്കിൽ അത് കോടതി വഴി ആരാണോ ഹർത്താലിന് നമ്മൾ ഹർത്താൽ വെക്കാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കുന്ന ആരാണോ അവരുടെ പേരിൽ സുതാര്യമായിട്ടുള്ള രീതിയിൽ കേസ് കൊടുക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുക്കണം. എന്നിട്ട് ഹർത്താലിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഹർത്താൽ കൊണ്ട് ഒരുപാട് പേർക്ക് ദൂഷ്യഫലങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ആശുപത്രിയിൽ പോകാനായിട്ടും പല രീതിയിലും പല ആൾക്കാർക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ഹർത്താൽ ചുമ്മാ ഒരാൾ ഹർത്താൽ വെക്കത്തില്ല. അവർക്ക് അതിന്റെ തക്കതായ കാരണം ഉണ്ടായിട്ടായിരിക്കും
വെക്കുന്നത്. പക്ഷെ ആ ഹർത്താൽ പൂർണ്ണമായിട്ട് ആരും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കരുത് ഹർത്താലിനുള്ളത്. അവർക്ക് കോടതിയിൽ പോയി ഹർത്താലിന് എന്താണ് ഹർത്താൽ വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ആണ് നിർമ്മാണം കൊണ്ടുവരണം. പ്രതികരിച്ചത് ഇപ്പോൾ സുധാകരൻ ചേരുന്നു എറണാകുളത്ത് നിന്നും. സുധാകരൻ, താങ്കളുടെ അഭിപ്രായം? ഹലോ സുധാകരൻ, കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞോളൂ. കേൾക്കാല. ഇത് ഹർത്താലല്ല വിരോധിക്കേണ്ടത്, രാഷ്ട്രീയമാണ് ഇവിടെ വിരോധിക്കേണ്ടത്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. രാഷ്ട്രീയമാണ് ഇവിടെ വിരോധിക്കേണ്ടത്, ഹർത്താലല്ല. ഓ, അതാണ് താങ്കളുടെ നിലപാട്? ആണ്. ഷൗക്കത്ത് അലി ചേരുന്നു പാലക്കാട് നിന്നും. ഷൗക്കത്ത് അലി, താങ്കളുടെ അഭിപ്രായം? അതെ, കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം മൂലം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ആ സമയത്ത് ഹൈക്കോടതി വിധിയുടെ ഇപ്പോഴത്തെ തീരുമാനം അത് ശരിയല്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹർത്താൽ നടത്തുന്നത് 7 ദിവസം കഴിഞ്ഞിട്ട് നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റായ ഒരു തീരുമാനം. ഈ നോട്ട് നിരോധനം പോലുള്ള തീരുമാനങ്ങൾ വരുന്നത് പെട്ടെന്നാണോ? അത് 7 ദിവസം കഴിഞ്ഞിട്ട് ഹർത്താൽ നടത്തി എങ്ങനെ പ്രതികരിക്കാൻ കഴിയും ഇവിടുത്തെ ജനങ്ങൾക്ക്? ഹർത്താലിനെതിരായ ഇന്നത്തെ മിന്നൽ ഹർത്താലിനെതിരായ ഇന്നത്തെ ഹൈക്കോടതി വിധിയും ഹൈക്കോടതിയുടെ വിധിയോടൊപ്പമുള്ള ഹൈക്കോടതി പരാമർശങ്ങൾ, ഹർത്താലിനെതിരായുള്ള പൊതുബോധം, അത് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യൻ ചേരുന്നു വയനാട്ടിൽ നിന്നും. സുബ്രഹ്മണ്യൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ബന്ദേ വേണ്ട സാർ. സത്യത്തിന് നമ്മുടെ കൂട്ടുകാരന്റെ അമ്മ പറഞ്ഞോളൂ സാർ, കേൾക്കാം. ബന്ദേ വേണ്ട സാറേ. ഹർത്താൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവൻ ഇന്ന് തന്നെ വിഷമിക്കാൻ തുടങ്ങി. അത് ദയచేసి ഹർത്താൽ വേണ്ടേ വേണ്ട സാറേ. എന്റെ ഒറ്റ അഭിപ്രായമാണ് സാറേ. വയനാട്ടിൽ നിന്ന് സുബ്രഹ്മണ്യനാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷമം കൂടി പതിച്ചാണ് പറഞ്ഞത്. അഭിലാഷ് ചേരുന്നു ഇപ്പോൾ. അഭിലാഷ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, ഞാൻ രാമനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഹർത്താലിനെ കുറിച്ച് വേണ്ടെന്നുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷെ ഇതോടുകൂടി ഇതിൽ കൂടുതലായിട്ട് നമ്മളെ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ രീതിയിലേക്ക് വരുമ്പോൾ അതായത് പൊളിറ്റിക്കലായിട്ടുള്ള അവിടെ നിന്നാണ് അവർ സപ്പോർട്ട് കൂടുതൽ കൊടുക്കുന്നത്. എന്നിട്ട് സാധാരണക്കാരാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്. അവരെ മുന്നിൽ നിർത്തിയിട്ട് രാഷ്ട്രീയ പ്രവർത്തകരാണ് മുന്നോട്ട്. കാരണം നമ്മൾ അറിയുന്നില്ല, അവരാണ് ഇതിനെല്ലാ കാര്യത്തിനേക്കും നമ്മളെ അഴിച്ചുവിടുന്നത്. എന്നിട്ടാണ് ഈ ഇത്രയും കാലമായിട്ട് ഈ ഹർത്താൽ ബന്ദ് എന്തൊക്കെ നടന്നത്. എന്നിട്ട് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാനില്ല. കാരണം ആദ്യം ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആ നീക്കങ്ങൾ ഒഴിവാക്കണം. സാധാരണക്കാരുടെ ജനങ്ങളുടെ അതായത് എന്തെങ്കിലും അവർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനോ അത് ആദ്യം ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. തീർച്ചയായും. അഭിലാഷാണ് രാമനാട്ടിൽ പ്രതികരിച്ചത്. ഇപ്പോൾ സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? സാറേ, എന്റെ അഭിപ്രായം ഈ പൊതുജനത്തിന്റെ രക്തം കുടിച്ച് വീർക്കുന്ന കുളയട്ടകളായ രാഷ്ട്രീയക്കാരുണ്ടല്ലോ സാറേ, രാഷ്ട്രീയം അവരെയാണ് നിരോധിക്കേണ്ടത്. അതായത് ഹർത്താലിനുള്ള ആഹ്വാനം നടത്തുന്നവർ അവരാണ് പുനർചിന്തനം നടത്തേണ്ടത്. അവരാണ് പുനർചിന്തനം നടത്തുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് പരസ്പരം തമ്മിലടിപ്പിച്ചിട്ട് അതിൽ നിന്ന് സ്വാർത്ഥലാഭം നേടിയെടുക്കുന്ന ഈ രാഷ്ട്രീയത്തെയാണ് സാർ നിരോധിക്കേണ്ടത്. യെസ്. ബാലകൃഷ്ണപിള്ള ചേരുന്നു വെഞ്ഞാറമൂട് നിന്നും. ശ്രീ ബാലകൃഷ്ണപിള്ള, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ സാധാരണ ഹർത്താലുകൾ നടത്തുന്നത് ഭരണപരമായ വീഴ്ച വരുമ്പോഴാണ് ഹർത്താൽ നടത്താറുള്ളത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോ ഈ അടുത്തടുത്ത് 5-6 നടത്തി. ഇത് ഒരു ജനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊക്കെ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പൊതുബന്ധം നശിപ്പിക്കുക. ഇപ്പൊ തന്നെ KSRTC എത്രയോ ബസ്സുകൾ തകർത്തവർ. അതുപോലെ മിഠായി തെരുവിൽ പിന്നെ ആക്രമണം, പിന്നെ ഇത് പിന്നെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്ന മീഡിയകൾ ആക്രമണം. ഇതൊന്നും ഹർത്താലിന് ചോദിച്ചതല്ല, ഇത് ഹർത്താലേ അല്ല, ഇതൊന്നും ഹർത്താലല്ല, ഇത് ഗുണ്ടായിസം എന്നാണ് ഇതിന് പറയാനുള്ളത്. ഇതുപോലെ തന്നെ ഈ ഒരു നുണപ്രചരണം നടത്തുന്ന ഭരണാധികാരികൾ ഡൽഹി തൊട്ട് ഇവിടം വരെ, ഡൽഹി എടുത്താലും അങ്ങനെയാണ്. ഇന്നും ഒരു പ്രധാനമന്ത്രിക്ക് യോജിക്കുന്ന രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. ബാലകൃഷ്ണപിള്ളയാണ് വെഞ്ഞാറമൂട് പ്രതികരിച്ചത്. ഇപ്പോൾ മനോജ് ചേരുന്നു തിരുനാവായിൽ നിന്നും. മനോജ്, താങ്കളുടെ അഭിപ്രായം? ഹലോ മനോജ്, കേൾക്കാമോ? സംസാരിക്കും. താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ സാറേ, ഞാന് 3 കട വിറ്റാളാ തിരുനാവാരം കാണിച്ചു. പിന്നെ ഇപ്പൊ നമ്മള് കടയിൽ നിൽക്കും. എന്റെ അളിയന്റെ കട തന്നെയാണ്, അളിയന് വിറ്റാണ്. നമ്മള് ഒരു 10-15 രൂപ എവിടെന്നെങ്കിലും പലിശയ്ക്ക് ബ്ലേഡിനെടുത്ത് കച്ചവടം നടത്തുന്നത്, സാധനം മേടിക്കാൻ പോണത്.
ഈ പച്ചക്കറിയുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? അതിവിടെ സാധനം കൊടന്ന് വിടുമ്പോ നമ്മളിവിടെ ഹർത്താലെന്ന് പറഞ്ഞു നമ്മൾ എനിക്ക് യോജിക്കാൻ പറ്റുമോ? ജീവിത പ്രശ്നമാണ്. എന്റെ പ്രശ്നമാണ്. നമ്മൾ 10-15 ബ്ലേഡിന് അവിടുന്ന് ആരെങ്കിലും പണം വെച്ചിട്ടാ കൊണ്ടിരുന്നത്. അത് നടത്തുമ്പോ നമുക്ക് ആ കട തുറന്ന് പ്രവർത്തിക്കാൻ. ഇപ്പൊ അളിയന്റെ കട എന്റെ കടയല്ല, എന്നാലും എന്റെ ഒരു അഭിപ്രായ പറഞ്ഞു. മനസ്സിലായി മനോജ്. തീർച്ചയായും കച്ചവടക്കാർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ അത് കൃത്യമാണ്. കഴിഞ്ഞ ഹർത്താലിന്റെ സമയത്ത് തന്നെ വ്യാപാരി വ്യവസായ സമിതി തുറക്കാൻ ശ്രമിച്ചിരുന്നു. പലയിടത്തും അതിൻ്റെ മുകളിൽ സംഘർഷം ഉണ്ടായി. ഇതാ നാളെ മറ്റന്നാളായിട്ട് തുറക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അത് മാറി വരണം ആൾക്കാർ ഒരു ബോധവും. മറ്റൊരു ഹർത്താൽ കിട്ടുമ്പോൾ ഹർത്താലാണല്ലോ എന്ന് ആശ്വസിച്ച് വീട്ടിലിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മലയാളിക്ക്. പക്ഷേ അത് മടുത്തു ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ആയിരിക്കും തിരിച്ചു വരുന്നതും ഇപ്പോൾ ഹർത്താൽ ദിവസത്തിൽ തുറക്കാൻ തയ്യാറായി പുറത്തിറങ്ങാൻ തയ്യാറായ ആൾക്കാർ വരുന്നതും. അതുതന്നെയാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മളോട് കൂടി ചേരുന്നു. ജോസ് മാത്യു, എറണാകുളത്ത് നിന്ന്. ജോസ് മാത്യു, താങ്കളുടെ നിലപാട്? എനിക്ക് പറയാൻ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അക്രമങ്ങൾക്കെതിരായിട്ടാണ് സാധാരണ ഹർത്താൽ. പറഞ്ഞാൽ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ അക്രമങ്ങൾക്കെതിരായിട്ടാണ് ഹർത്താൽ. ആ ഹർത്താലിന് നമുക്ക് ഹർത്താൽ എന്നുള്ള പേര് മാറ്റിയിട്ട് അക്രമവിരുദ്ധ ദിനം എന്നാക്കി മാറ്റിയാലെന്നാണ് എനിക്ക് അഭിപ്രായം എനിക്കുണ്ട്. ജോസ് മാത്യു ആണ് എറണാകുളത്ത് നിന്നും പ്രതികരിച്ചത്. ഇപ്പോൾ ഷെഫീഖ് ചേരുന്നു മഞ്ചേരിയിൽ നിന്നും. ഷെഫീഖ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? കോടതിയുടെ പുതിയ തീരുമാനത്തിന് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഈ ഹർത്താൽ കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പൂർണ്ണമായും നിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു 1 വീക്ക് ഗ്യാപ്പ് വെച്ചുകൊണ്ട് തന്നെ ഈ പെട്ടെന്നുള്ള ഹർത്താലുകൾ വരുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങി പോകുന്നു, എയർപോർട്ടിൽ കുടുങ്ങി പോകുന്നു. അത് മാത്രമല്ല, നമുക്കൊരു യാത്രകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ ഞാനൊരു 1 വീക്ക് യാത്ര കണ്ണൂര് ചെലവഴിക്കാൻ വേണ്ടി പോയി. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ഹർത്താൽ ഉണ്ടായത്. അതേപോലെ ഇപ്പൊ എറണാകുളത്താണ് 2 ദിവസം ഇതേപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹർത്താൽ നിരോധിച്ചത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു 1 വീക്ക് ഗ്യാപ്പ് വന്ന് സർക്കാർ അതേപോലെ കോടതി വിധി വന്നതുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ തോമസ് ചേരുന്നു പുതുക്കാട് നിന്നും. തോമസ്, എന്താണ് താങ്കളുടെ നിലപാട്? BJP ഹർത്താൽ നടത്തി കഴിഞ്ഞാല് കയ്പുള്ളതും LDF UDF നടത്തിയതിൽ മധുരമുള്ളതും എന്നല്ല. ഏത് ഹർത്താലും ജനങ്ങളെ ബന്ദികളാക്കുന്ന ഹർത്താലുകളാണ്. മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുമ്പോൾ അത് കേസ് ചാർജ് ചെയ്യാനുള്ള വകുപ്പ് ഇന്ന് നിലവിലുള്ളപ്പോൾ ആരും അതിന് തയ്യാറാവുന്നില്ല. ഒരു ഹർത്താല് കേരളത്തില് ഇല്ലാതാക്കണമെങ്കിൽ സർവകക്ഷിയോഗം എടുത്ത് തീരുമാനം എടുക്കേണ്ടതാണ്. ജനങ്ങളെ ബന്ദികളാക്കി അവരുടെ ജനജീവിതം നഷ്ടപ്പെടുത്തിയിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടത്. തോമസ് ആണ് പുതുക്കാടിന് പ്രതികരിച്ചു. ഇപ്പോൾ ശങ്കരനാരായണൻ ചേരുന്നു കായംകുളത്ത് നിന്ന്. ശ്രീ ശങ്കരനാരായണൻ, താങ്കളുടെ അഭിപ്രായം? സാറേ, ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഹർത്താല്. ഈ ഹർത്താലുകൾ കേരളത്തിൽ അത് കംപ്ലീറ്റ്ലി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് നടത്താതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. കാരണം ശങ്കരനാരായണനാണ് കായംകുളത്ത് നിന്ന് പ്രതികരിച്ച്. കോഴിക്കോട് നിന്നും വിവേക് ചേരുന്നു. വിവേക്, താങ്കളുടെ അഭിപ്രായം? ഹലോ, പറഞ്ഞോ. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഹർത്താല് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. വളരെ ശരിയാണ്. പക്ഷെങ്കിൽ ഹർത്താലിന് കാരണക്കാരാവുന്നത് നമ്മുടെ ഭരണാധികാരികളാണ്. നമ്മുടെ ഇവിടെയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. അങ്ങനെ ഒരു അവസ്ഥ ഈ കേരളം ഭരിക്കുന്നവരുണ്ടാക്കി കൊടുക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയവും കാര്യങ്ങളെല്ലാം അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഒരു ഹർത്താലിന്റെ ആവശ്യം ഇല്ലാത്ത രീതിയിൽ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കണം. എന്നാൽ മാത്രമാണ് ഇവിടെ ഹർത്താൽ. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഹർത്താൽ? വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ഹർത്താൽ ഇങ്ങനെയുള്ള ഒരു സ്ട്രൈക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റത്തില്ല. അതാണ് വളരെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾ, കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു PM-ന് ഇത് വളരെ നിഷ്പ്രയാസം ഇത് ഇല്ലാണ്ടാക്കാൻ പറ്റും. കാരണം വെച്ചാൽ അത് അത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതിന്റെ ആൾക്കാരുമായിട്ട് ആലോചിച്ചിട്ട് അത് ഇല്ലാതാക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് വിവേകാണ് പ്രതികരിച്ചത്. ഇപ്പോൾ സൂര്യ ചേരുന്നു പന്തളത്ത്. സൂര്യ, എന്താണ് താങ്കളുടെ? ഈ ഹർത്താൽ നടത്തണം, അതിനോട് അനുകൂലിക്കുന്നവർ അനുകൂലിച്ചോട്ടെ, അവര് മാത്രം കടയടച്ചിട്ടോട്ടെ. അല്ലെങ്കിൽ അവരെന്തൊക്കെയാണോ മുടക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മുടക്കിക്കോട്ടെ. അതിന് കാരണക്കാരായ ഇതൊന്നും പെടാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം.
അതായത് ഹർത്താൽ രാഷ്ട്രീയമായി നടത്തുന്നവർ നടത്തട്ടെ, പക്ഷെ മറ്റുള്ളവന്റെ മെക്കെട്ട് കയറാൻ നിൽക്കരുത് അല്ലേ? ജനാധിപത്യപരമായിട്ട് തന്നെ ഓരോരുത്തർക്കുമുള്ള വ്യക്തി സ്വാതന്ത്ര്യം അവർ പ്രകടിപ്പിക്കട്ടെ. ഇപ്പൊ കട തുറക്കാനാണെങ്കിൽ തുറക്കണമെന്നുള്ളവർ തുറക്കട്ടെ. അപ്പൊ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വേറെ ഒരാളില് കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. സൂര്യ കൃത്യമാണ് അവരുടെ നിലപാട്. സൂര്യയാണ് പ്രതികരിച്ചത്. വിജേഷ് ഇരുന്ന് മലപ്പുറത്ത് നിന്ന്. വിജേഷ് പറയൂ. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് ബ്രിജേഷ് എന്നാണ്. ഹർത്താൽ നിരോധിച്ചത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഹർത്താൽ അനുവദിക്കാൻ പറഞ്ഞാൽ ഞാൻ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് പാർട്ടിയോ ഒരു പറയുന്നില്ല, നമ്മളൊന്നും ഒരു പാർട്ടി. ബ്രിജേഷ് ടെലിഫോൺ ലൈനിൽ ഒരു അവ്യക്തത കേൾക്കുന്നില്ല കൃത്യമായിട്ട്. ഇപ്പൊ ഷാജി ചേരുന്നു. ഷാജി, എന്താണ് താങ്കളുടെ അഭിപ്രായം? ടെലിഫോൺ കണക്ഷനുകൾ കിട്ടുന്നില്ല, ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഏതായാലും ഒരുപാട് പ്രേക്ഷകർ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പൊതുബോധം ഹർത്താലിനെതിരാണ് എന്നുള്ളത് ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും പലരും വിളിച്ചതിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അബൂബക്കർ ആണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അബൂബക്കർ, താങ്കളുടെ അഭിപ്രായം? ഹലോ, അബൂബക്കർ പറഞ്ഞോളൂ, കേൾക്കാം. ഹർത്താൽ അത്യാവശ്യങ്ങൾക്ക് ഹർത്താലുകൾ വേണം. പെട്ടെന്നുണ്ടാകുന്ന ഹർത്താലുകൾക്ക് ജനങ്ങൾ ദുരിതത്തിലാകുന്നു. അത് മാത്രമല്ല, ഹർത്താലുകളൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ അജണ്ടകളും മറ്റും അതിൻ്റെതായ ഓഫീസുകളിലും മറ്റും ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഹർത്താലുകൾ നടത്താവൂ. അല്ലാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ശ്രദ്ധിക്കണമെന്ന് ഒരു അപേക്ഷയാണ്. ഇപ്പോൾ റേജി കോട്ടയത്ത് നിന്ന് ചേരുന്നു. റേജി, താങ്കളുടെ അഭിപ്രായം? റേജി കേൾക്കാമോ? കേൾക്കാമെങ്കിൽ പറയൂ. കേൾക്കാം പറയൂ. സാറേ, ഇപ്പോഴത്തെ ഈ ഹർത്താൽ കൊണ്ടൊന്നും മനസ്സിലായത് എന്താണ്? കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു ഹർത്താൽ എളുപ്പമുണ്ടായ ഒരു ഉച്ചയായപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു അമ്മയും 2 മക്കളുമായിട്ട് വരുമായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ അവരുടെ ആകെപ്പാട് 20 രൂപയുണ്ട്. അവർ 30 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുകയും ചെയ്യണം. ഇതൊരു വലിയ വിഷമകരമായിട്ടുള്ള രംഗമാണ്. ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വണ്ടിയും കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോയി വിടാൻ പറ്റത്തില്ല ഒരവസ്ഥ. റോജിയാണ് കോട്ടയത്ത് നിന്ന്. ഹർത്താൽ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ദുരിത കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. ഓരോ ആൾക്കാരും അവരുടെ നേരത്തെ ഒരു വ്യക്തി, അദ്ദേഹം നടത്തുന്ന ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്, പച്ചക്കറിയുടെ ബിസിനസ്സാണ്. അദ്ദേഹം പറഞ്ഞു അത് ഓരോരുത്തരെയും വളരെ വ്യക്തമായി ബാധിക്കുന്നുണ്ട്. പലരും പ്രതികരിക്കാൻ ധൈര്യമില്ലായിട്ട് പ്രതികരിക്കാതിരിക്കുന്നു. കട തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തുറക്കാൻ ധൈര്യമില്ലാതെ തുറക്കാതിരിക്കുന്നു. ആ ഒരവസ്ഥയാണ് മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിഷ ചേരുന്നു തിരുവനന്തപുരത്ത്. നിഷ പറയും. ഹലോ, നിഷ പറഞ്ഞോളൂ, കേൾക്കാം. ഹർത്താൽ നടത്തുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് ഹർത്താൽ നടത്തുന്നത് വഴി ഈ നേടുന്ന നമ്മളിപ്പം എന്തിനു വേണ്ടി നടത്തുന്നു അത് കാര്യം സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. വയസ്സായവരെ, അസുഖമുള്ളവരെ, അവരെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. മാത്രമല്ല, കടകൾക്ക് നേരെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നമുക്കൊരു അടുത്ത ദിവസം ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നത് സാധനം വാങ്ങണം. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ സ്ട്രൈക്ക് ആവുകയാണ്. ആ ലൈഫിനെ സ്ട്രൈക്ക് ആക്കരുത്. നിഷയാണ് തിരുവനന്തപുരത്ത്. കൃത്യമാണ് അവരുടെ നിലപാടുകൾ. ഷാജി ചേരുന്നു. ഷാജി, എന്താണ് അഭിപ്രായം? അതായത് ഇവിടെ ഹർത്താലും ഇത് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ഭരണമാറ്റമാണ് അത്യാവശ്യം. ഡൽഹിയിലൊക്കെ ഉണ്ടായതുപോലെ അരവിന്ദ് കെജ്രിവാൾ വന്നതുപോലെ വിവരമുള്ള ആരെങ്കിലും, നല്ല ഭരണാധികാരി ഇല്ലാത്തത് തന്നെയാണ് കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് ഏറ്റവും കാരണം. ഇവര് വലിയ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരെ, കോൺഗ്രസ്സുകാരെ, BJP-ക്കാരെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരെല്ലാവരും ഉണ്ടല്ലോ, വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാ. കേരളം എന്താണെന്നോ മനുഷ്യസ്നേഹം എന്താണെന്നോ ഒന്നും അറിയാത്ത ആളുകളാണ്. ഇപ്പൊ നമ്മുടെ ഒരു കളക്ടറായിട്ടിരുന്ന അദ്ദേഹമില്ല, ഇടുക്കിയിലിരുന്ന അദ്ദേഹത്തെ പോലത്തെ ആളുകളൊക്കെയാണ് ഭരണരംഗത്തേക്ക് വരുന്നത്. മനുഷ്യരിവിടെ മാറി ചിന്തിക്കുന്ന ഒരു സമയമായി. ഇതെല്ലാം മാറും, ഉറപ്പായിട്ടും മാറും. അതാ എനിക്ക് പറയാനുള്ളത്. ഷാജിയാണ് മൂവാറ്റുപുഴയിൽ പ്രതികരിച്ചത്. ഇപ്പോൾ അനിൽ ചേരുന്നു മുണ്ടക്കയത്ത്. അനിൽ, താങ്കളുടെ അഭിപ്രായം? ഹലോ അനിൽ, കേൾക്കാം. അഭിപ്രായം പറയാം. എന്റെ അഭിപ്രായം ഹർത്താൽ ആവശ്യമുള്ളതായിരുന്നു. അത് അല്ലാത്തവർ ഇറങ്ങി വിഷയങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന നടപടിയാണ് ഇപ്പൊ ഉണ്ടായത്. അതായത് ഹർത്താൽ ജനകീയമായ ഒരു പ്രതിരോധമായി ഹർത്താൽ വന്നാൽ കുഴപ്പമില്ല, പക്ഷെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഹർത്താലുകൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അടിച്ചേൽപ്പിക്കുന്ന ഹർത്താലുകളും വരുന്നുണ്ട്. അതിപ്പോ 2 ദിവസത്തേക്ക് ഇപ്പം പണിമുടക്ക് വരുന്നു. അതും ഒരു വലിയ ഹർത്താൽ പോലെ തന്നെ ആയിപ്പോവല്ലേ. അതാണ്. യെസ്, അനിലാണ് മുണ്ടക്കയത്ത് പ്രതികരിച്ചത്. ഏതായാലും നിരവധി പ്രേക്ഷകർ ഈ
പ്രതികരണവുമായി വന്നു. സ്വാഭാവികമായും ഹർത്താൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പലരും വ്യക്തികളുടെ അനുഭവത്തിൽ വെച്ചു എന്ന് പറഞ്ഞു. അത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സൂര്യ എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു പ്രേക്ഷകയുടെ പ്രതികരണത്തിൽ നിന്നാണ്. ഹർത്താൽ നടത്തിക്കോട്ടെ, പക്ഷേ അതിൽ തുറക്കണ്ടാത്തവർ തുറക്കണ്ട, യാത്ര ചെയ്യാത്തവർ യാത്ര ചെയ്യേണ്ട, ബാക്കിയുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടെ ഒരു വലിയ ജനാധിപത്യ ബോധമാണത്. അതിന് മാത്രമൊക്കെ നമ്മൾ വളർന്നുവോ എന്ന് കഴിഞ്ഞ കാലത്ത് സംശയം തോന്നുമ്പോൾ, കാര്യങ്ങൾ കാണുമ്പോൾ സംശയം തോന്നുന്നു. പക്ഷേ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും. നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.